ലാൽകുമാർ, ഇവിടെ കെജ്രിവാൾ എഫക്ട് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായെങ്കിലും ഇപ്പോൾ 4ാം ഘട്ട തെരഞ്ഞെടുപ്പാണല്ലോ നാളെ നടക്കാൻ പോകുന്നത്. 96 മണ്ഡലങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 380 സീറ്റുകൾ പൂർത്തിയാവുകയാണ്. ഈ 96 മണ്ഡലങ്ങളിലെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം പ്രതിപക്ഷ സഖ്യത്തിൽ കെജ്രിവാളിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ടോ? ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഏത് ഗ്യാപ്പാണ് ഇപ്പോൾ കെജ്രിവാൾ നികത്താൻ സാധിച്ചുവെന്ന് താങ്കൾ കരുതുന്നത്? നോക്കൂ, ആദ്യത്തെ പ്രധാനമായ ചോദ്യം BJP അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേജ്രിവാളിനെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിശക്തമായും വ്യക്തമായും പറയുകയാണ്, ഭയപ്പെടുന്നുണ്ട്. കാര്യം നിങ്ങൾ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് ഇവർ ആർഗ്യുമെന്റ്സ് പോയി കേട്ടു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ജഡ്ജ്മെന്റ് ഒന്നും എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്ര ഡെസ്പറേറ്റ് ആയിരുന്നു കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ അകത്തിടാൻ എന്നുള്ളത്. അത് നമുക്ക് സുവ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. നോക്കൂ, മോഡിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണ്? അബദ്ധം സുപ്രീം കോടതി പോയി ജാമ്യം എതിർത്തതല്ല, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു. 2 വർഷം മുമ്പ് ഉണ്ടായ ഒരു കേസിൽ അപ്രൂവറുടെ മൊഴിയോട് മാത്രം നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു. ആ അപ്രൂവറിൽ നിന്ന് നിങ്ങൾ തന്നെ പണം വാങ്ങിച്ചിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്രൂവറിൽ നിന്ന് എത്ര കോടിയാണ് BJP വാങ്ങിച്ചിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ വഴി? ഇത് ജനം കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇവിടെ വന്നൊരു ജയസൂര്യൻ ഉന്നയിച്ച ഒരു പ്രഥമമായ വാദം, അദ്ദേഹം ഒരു ദേശീയ നേതാവല്ല എന്നുള്ളതാണ്. ദേശീയ നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കാൻ പറ്റില്ല. നോക്കൂ, ഒരാൾക്ക് ദേശീയ പാർട്ടിയാണോ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടി സ്ഥാനം അവർക്കുണ്ട്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നിടത്തോളം അവർ ദേശീയ പാർട്ടി തന്നെയാണ്. അതെല്ലാം പോട്ടെ, മഹാരാഷ്ട്രയിൽ അവരില്ല, അല്ലെ ഗുജറാത്തിലില്ല, UP-യിലില്ല, ഇതൊക്കെ ശരിയാ. പക്ഷെ അതുകൊണ്ട് ആ മനുഷ്യൻ പറയുന്ന കണ്ടന്റിനെ എങ്ങനെ ആ സമൂഹത്തിന് ഇല്ലാതാക്കാൻ പറ്റും? അങ്ങേര് പറയുന്ന സത്യത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ലീഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പാർട്ടി സംഘടന ചിലപ്പോൾ ബീഹാറിലോ അല്ലെങ്കിൽ UP-യിലോ കാണണമെന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന നേതാവ് പറയുന്ന തെറ്റാവൂ? അതുകൊണ്ട് ആ മനുഷ്യൻ ദേശീയ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവ് ദേശീയ നേതാവല്ലാതെ ആകുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അദ്ദേഹം ദേശീയ നേതാവാകും എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന അറ്റാക്കുകൾ, അത് മോദിയുമായും അമിത്ഷായുമായും യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട, അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ശൈലിയല്ല. അദ്ദേഹം കുറച്ചുകൂടി പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുകയും വലിയ അറ്റാക്കിംഗ് മൂഡുള്ള ഒരാളുമല്ല. ഇവിടെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട, അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ വഴങ്ങാത്ത അല്ലെങ്കിൽ അവർ പ്രയോഗിക്കാത്ത, അവർക്കെന്തോ ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയം കെജ്രിവാൾ പയറ്റുന്നത് പോലെ കാണുന്നു. അമിത്ഷാ അതിൽ പ്രതികരിക്കേണ്ടി വരുന്നു. ഈ ഇത്തരത്തിൽ ഒരു മാറ്റം ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട നേതാവിന് സംഭവിക്കുമ്പോൾ അത് ഈ BJP-യുടെ വലിയ തോതിൽ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതൊക്കെയാണോ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ലുക്ക്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേജ്രിവാളിന്റെ വരവ് എങ്ങനെയാണ്? കേജ്രിവാളിന്റെ വരവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും BJP-യെയും തോപ്പിച്ചുകൊണ്ടാണ്. BJP-ക്ക് കിട്ടിയ സീറ്റ് എത്രയായിരുന്നു ആദ്യം കേജ്രിവാൾ മുഖ്യമന്ത്രിയായപ്പം? 3 സീറ്റാണ്, അല്ലേ? അവരെ ഡെസിമേറ്റ് ചെയ്യുന്ന രീതിയിൽ, BJP എന്ന് പറയുന്ന പാർട്ടിയെ ഡൽഹിയിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ ആണ് യഥാർത്ഥത്തിൽ കേജ്രിവാൾ വരവറിയിച്ചത്. അപ്പൊ കേജ്രിവാളിന് BJP-യുടെ മുന്നിൽ കേജ്രിവാൾ ഒരു ഡസ്റ്റ് ആണ് എന്ന് പറയുമ്പം ആ ഡസ്റ്റിന്റെ മുന്നിൽ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഒരു വലിയ ട്രെയിനിന്റെ മുന്നിൽ വരുന്ന തവളയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ തവളയുടെ മുന്നിൽ നിങ്ങൾ 3 സീറ്റ് മാത്രമായി ഡൽഹി ക്യാപിറ്റലിൽ നിങ്ങൾ ഒതുങ്ങി എന്നുള്ള രാഷ്ട്രീയ സത്യം നമ്മുടെ മുന്നിലില്ലേ? അത് ഞാൻ പറഞ്ഞ കള്ളത്തരമല്ലല്ലോ. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ. എന്റെ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ ഈ പറയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? ഒരാളെ പിടിച്ച് അനാവശ്യമായി ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന് ജനം കരുതുന്നു. ആ ജനം കരുതുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ജനം കരുതുന്നത് കേരളത്തിൽ ഇരിക്കുന്ന ജനം കരുതുന്നു. കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ പേരുകളുള്ള പാർട്ടിയാണോ? അല്ല. കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ടോ? ഇല്ല. പക്ഷെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനോട് തെറ്റാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ ജനങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ആ ഇംപ്രഷൻ അദ്ദേഹം ഈ പറയുന്ന ഓരോ സ്ഥലത്തും പോയി സംസാരിക്കാൻ പോവുകയാണ്. BJP-യെ തോപ്പിച്ചിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ മിടുക്കനാണ്, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. അത് രാഹുൽ ഗാന്ധിയുമായിട്ട് കമ്പാരിസൺ നടത്തേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണം,
ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരാൾ അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി ഒരു ഇലക്ഷനിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ആളാണ്. പക്ഷെ മോഡിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പൊ ഒരാളുടെ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേരുടെ കോമ്പീറ്റൻസ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയെ ഹെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഡിപ്ലോമാറ്റിക് റൂട്ട് എടുക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. ആ റോൾ ചിലപ്പം അരവിന്ദ് കെജ്രിവാളിന് വഹിക്കാൻ പറ്റണമെന്നില്ല. അടിസ്ഥാനപരമായി ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ്, ഇത് കേജ്രിവാൾ പറയുന്നത് ഇവര് ഭയപ്പെടുന്നു എന്നുള്ളതല്ല, അതിനുപരി ഇവർ ജനങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ജനം ഇവർക്കെതിരായി എന്നുള്ളത് വളരെ വ്യക്തമായി പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. രഞ്ജിത്തിന്റെ മാധ്യമ ചരിത്ര ഈ പറയുന്ന ഇത്രയും നാൾ ഈ സമൂഹത്തിൽ മാധ്യമ പ്രവർത്തകനായി നിന്നിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു 15 വർഷം, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയായി 10 വർഷം. ഇത്രത്തോളം മോശമായ സംഭാഷണ ശൈലിയിൽ, പ്രസംഗ ശൈലിയിൽ പ്രധാനമന്ത്രി ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രിയിലുള്ളത് വളരെ വലിയ എമൗണ്ട് ഓഫ് ഡെസ്പിറേഷൻ ആണ്. ഈസ് കംപ്ലീറ്റ്ലി ഫുള്ളി ഡെസ്പിറേറ്റ്. ആ ഡെസ്പിറേഷൻ അദ്ദേഹം മുസ്ലിം 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 എന്നുള്ള പദം വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ഏതാണ്ട് ഹിന്ദു വോട്ടുകൾ ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഇതൊന്നും വർക്കാകുന്നില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രാവശ്യത്തെ RSS ഇന്ത്യ മുന്നണിയിലുള്ള അല്ലെങ്കിൽ സെക്യുലർ ക്രിഡൻഷ്യലുള്ള ആൾക്കാരുടെ മെറിറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ മോഡി നേരിടുന്ന അടുത്ത ഒരു ശത്രുവുണ്ട്. അത് ആരാണെന്നറിയോ? അത് RSS ആണ്. RSSന് ഇത് വളരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ ഇത് പൂർത്തിയാക്കാൻ അനുവദിക്കണം. RSSൽ നിങ്ങൾ അടുത്ത് അറിയാവുന്നവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. RSSന് ഒരു ഭയം കയറിയിട്ടുണ്ട് മോഡിയിൽ. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം ഞാൻ പറയാം. രാമക്ഷേത്രം എന്ന് പറയുന്ന കോൺസിക്രേഷൻ സെറമണി RSS മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റിനെ പൂർണ്ണമായി നരേന്ദ്രമോദി ഹൈജാക്ക് ചെയ്തു എന്നൊരു തോന്നൽ RSS നേതൃത്വത്തിനുണ്ട്. ഇയാളെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ, ഇയാൾ എന്നുള്ള പ്രയോഗം ഞാൻ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഡിസ്റെസ്പെക്ട്ഫുള്ളി ഉപയോഗിക്കുന്നതല്ല. ഇയാളെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ RSSനുണ്ട്. ആ കാര്യം, നിങ്ങൾ കയറി വരുന്നു, ഒരു ട്രെയിനിന്റെ മുന്നിൽ കയറി നിങ്ങൾ അങ്ങ് നിൽക്കുന്നു, ഇത്രയും നാൾ ഓടിച്ച ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് പൂർണ്ണമായി ഇദ്ദേഹം എടുക്കുന്നു. ഈ ക്രെഡിറ്റ് എടുക്കുന്നത് ഏറ്റവും മോശമായ പ്രവർത്തികൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് എന്നുള്ളത് വേറെ വിഷയം. അത് ആ രാഷ്ട്രീയ എതിർപ്പുകളോട് നമുക്ക് വ്യക്തത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നിരുന്നാലും RSSന് കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർക്ക് പോലും ഈ പറയുന്ന മോഡിയുടെ ചേഷ്ടയോട് എതിർപ്പുണ്ട്. കാരണം ഈ പറയുന്ന ഏറ്റവും വലിയ വിഷയം, മോഡി ഇവരെ ഒക്കെ ഹൈജാക്ക് ചെയ്യുന്നു, മോഡി ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം